യു.ഡി.എഫിന്റെ ഏറ്റവും വലിയ കരുത്ത് ടീം യു.ഡി.എഫ് ആണെന്നും 2026 ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള കരുത്തും ഊർജ്ജവും ടീം യു.ഡി.എഫിനാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നേതാക്കൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസമുണ്ടാകുന്ന ഐക്യമാണ് യു.ഡി.എഫിലുള്ളത്. കൃത്യസമയങ്ങളിൽ യു.ഡി.എഫ് നേതാക്കൾ കൂടിയാലോചന നടത്തി ഒറ്റക്കെട്ടായി തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യു.ഡി.എഫ് നേതൃകാമ്പ് സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് യു.ഡി.എഫിന്റെ അടിത്തറ വിപുലമാക്കുമെന്നും വി.ഡി. സതീശൻ പാണക്കാട് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, അത് പാണക്കാട് എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമല്ലേ. മാത്രമല്ല, മലപ്പുറത്ത് നിന്ന് യു.ഡി.എഫിൻ്റെ ജില്ലാ ക്യാമ്പ് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടെ നിന്ന് യാത്രയാകുന്നത് പാണക്കാട് നിന്ന്. അവിടെ ഈ പരിപാടിക്ക് വരുമ്പോൾ എപ്പോഴെല്ലാം വരുമ്പോൾ അവിടെ സന്ദർശിക്കാൻ പറ്റും അപ്പോഴെല്ലാം സന്ദർശിക്കുകയും ഞങ്ങൾ കൂടിയാലോചന നടത്തുകയും ചെയ്യും. കാരണം ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ടീം യു.ഡി.എഫ് ആണ്. 2026 ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ആത്മവിശ്വാസവും ടീം യു.ഡി.എഫ് ആണ്. അതാണ് നിലമ്പൂരിൽ ഞങ്ങൾ തെളിയിച്ചത്. ഞങ്ങളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കിയ ഐക്യമാണ് യു.ഡി.എഫിലുള്ളത്. അപ്പം ഞങ്ങൾ പീരിയോഡിക്കലായി കൃത്യസമയങ്ങളിൽ കൂടിയാലോചനകൾ നടത്തി പരസ്പരം ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത് അത് നടപ്പാക്കുന്ന ഒരു രീതിയാണ്. എപ്പോഴും കൂടിയാലോചനകളാണ്. എല്ലാ മാസവും യു.ഡി.എഫ് യോഗങ്ങൾ ചേരും, പരസ്പരം ആലോചിക്കും, എല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഈ ക്യാമ്പ് നടക്കുന്നത്. യു.ഡി.എഫ് വിപുലപ്പെടുത്തും ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് വിസ്മയം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. തെരഞ്ഞെടുപ്പിന് മുമ്പായി യു.ഡി.എഫിൻ്റെ വിപുലമായ അടിത്തറ വിപുലമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഇപ്പോൾ ഞങ്ങളതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ സമയത്ത് നിങ്ങളെ വിളിച്ചറിയിക്കുക. ആദ്യം വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്തിരുന്നു, 100 സീറ്റ് അധികാരത്തിലെത്തിയില്ലെങ്കിൽ മാറും, രാഷ്ട്രീയ വനവാസത്തിന് പോകും. പാണക്കാട് സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങൾ പറഞ്ഞത് തിളക്കമാർന്ന വിജയത്തിൽ യു.ഡി.എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ്. അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ്. ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. അത് യു.ഡി.എഫ് മുന്നണിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. നിങ്ങൾ നിലമ്പൂരിൽ കണ്ടതല്ലേ. ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഒറ്റ പാർട്ടിയായിട്ടല്ലേ പ്രവർത്തിച്ചത്. ഒറ്റ പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക്, കോയലിഷന്, മുന്നണിക്ക് മാതൃകയാണ് കേരളത്തിലെ യു.ഡി.എഫ്. ഇന്ത്യ മുന്നണിയും അതുപോലെ ആയി വരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദേശീയതലത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിമർശനം തിരിച്ചുള്ള കമന്റിലൊക്കെ ഇന്നിപ്പോ വി.എം. സുധീരൻ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരുടെ അന്തസ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ അക്കാര്യത്തിലൊരു പിന്തുണ കൂടി വരുന്നുണ്ടോ? അല്ല, അത് ഞാൻ സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്തും യു.ഡി.എഫിനെ റെപ്രസെന്റ് ചെയ്താണ് പറയുന്നത്. അവർ ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മിതമായ വാക്കുകളിൽ അങ്ങനെ പറയരുത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു, എന്ത് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ദയവീത് അങ്ങ് പറയരുത് എന്ന് വിനീതമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഏത് തരത്തിലുള്ള വർഗീയതയെയും ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെയും യു.ഡി.എഫ് ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത് തോൽപ്പിക്കും. കോംപ്രമൈസ് ഇല്ല. ആരുമായിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായിട്ടും കോംപ്രമൈസ് ഇല്ല. ഇതിൻ്റെ പുറകിൽ സി പി എം ഉണ്ട് ഇതിൻ്റെ പുറകിൽ. പക്ഷേ സി പി എം ഒരു കാര്യം ആലോചിക്കേണ്ടത്, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട്. മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ചുള്ള സി പി എം ആണ്. INL വന്നപ്പോൾ INL പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം ലീഗ് പോരാ എന്നാണ് പറഞ്ഞത് അല്ലേ. NDF വന്നു, പോപ്പുലർ ഫ്രണ്ട് വന്നു, മതരാഷ്ട്രവാദം ആദ്യകാലം പറഞ്ഞ ചില ആളുകൾ വന്നു. അവരെയൊക്കെ സി പി എം കൂട്ടി നിർത്തി. അതായത് ലീഗ് മൃദുത്വമാണ്, ലീഗിന് തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പുറത്തു വരികയും പുറത്തുനിന്ന് ലീഗിനെ എതിർക്കുകയും ചെയ്ത എല്ലാ ശക്തികളെയും കൂട്ടിപ്പിടിച്ചവരാണ് സി പി എം. ലീഗ് കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ്.
അത് നമുക്ക് ബാബറി മസ്ജിദ് തകർന്നപ്പോഴും അറിയാം. ഈ അന്ന് ശിഹാബ് തങ്ങൾ ചെയ്തതുപോലെ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ മുനമ്പം വിഷയം വന്നപ്പോൾ ഇപ്പോൾ മുനമ്പത്ത് നിന്ന് BJP-ക്കാരെ ആട്ടി ഓടിച്ചു, മുനമ്പത്തെ സമര സമിതിക്കാർ. അപ്പോൾ തങ്ങൾ പറഞ്ഞതും മുസ്ലിം ലീഗ് പറഞ്ഞതും UDF പറഞ്ഞതും എല്ലാമായിരുന്നു ശരി എന്ന് യാഥാർത്ഥ്യമായി. അപ്പോൾ അതാണ് പ്രസക്തി. അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്, വിദ്വേഷ പ്രചരണത്തിനുള്ള എതിരായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് സ്ട്രോങ് സ്റ്റാൻഡാണ്, കോംപ്രമൈസ് ഇല്ല. വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തിയായി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നിൽക്കും. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് BJP ഒരു സംഘത്തെ അയക്കുന്നുണ്ട്. ഈ UDF-ന്റെ എങ്ങനെയൊക്കെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങൾ അതിശക്തമായിട്ടാണ് അതിനെ നേരിടുന്നത്. ഞങ്ങൾ കുറേ നാളായി പറയുന്നു, രാജ്യത്തുടനീളം ക്രൈസ്തവരെ ആക്രമിക്കപ്പെടുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രിസ്മസ് കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു, പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു. നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലില്ല. ഏറ്റവും അവസാനമാണ് നിരവധി പേരും മർദ്ദനമേറ്റു വൈദികർ. 90 വയസ്സായ ഒരു വൈദികനെ കൈ പുറകിൽ കെട്ടിവെച്ച് മർദ്ദിച്ചു. 90 വയസ്സായ വൈദികനെ. ഇപ്പോൾ 2 കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കാണ്, ഒരു കുറ്റവും ചെയ്യാത്ത 2 പേര്. അപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു ഡെലിഗേഷൻ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആ 2 കന്യാസ്ത്രീമാരെ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിലെ MLA-മാർ ശ്രീ റോജി M. ജോണും ശ്രീ സജി ജോസഫും അവരും ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും. അവിടെയെല്ലാം ഈ കുഴപ്പം മുഴുവൻ കാണിക്കുന്ന ആളുകളാണ് ഇവിടെ കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ വന്ന് ക്രിസ്മസിന് ഈസ്റ്ററിന് കേക്ക് കൊടുക്കാമെന്ന്. അതാണ്, ആ പൊള്ളത്തരമാണ് തുറന്നു കാട്ടപ്പെട്ടത്. ആ പൊള്ളത്തരം അതാണ്.